അന്ന് മുതൽ ഞാൻ കേൾക്കുന്ന പേരാണ് മച്ചി. ഫസ്റ്റ് എന്താ ഗർഭിണിയാവാത്ത, ഫസ്റ്റ് എന്താ ഒന്നും ആവാത്ത എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. സമൂഹം ഉറ്റുനോക്കുന്നത് അനിയൻ്റെ വൈഫ് അവിടെ ഗർഭിണിയായി, പിന്നെ എനിക്ക് അവിടെ റോളില്ല, അവൾ ഗൾഫിലാണ്, അല്ലെങ്കിൽ അവളൊരു ദുബായ്ക്കാരത്തിയാണെന്നുള്ളൊരു നിലപാടാണ്. പക്ഷെ അങ്ങനെയല്ല, തൊണ്ട പൊട്ടി ചോര വരെ വന്നിട്ടുണ്ട്. ഈ തടിയും വെച്ചാണോ നിനക്ക് കുട്ടികൾ ഉണ്ടാവുമെന്ന് ചോദിച്ച് ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര്, നീ മച്ചിയാണ്, നീ തടിച്ചവളാണ്, നിനക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ പേരാണ് ഫസ്ന ജാഫർ. എൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് 17ാമത്തെ വയസ്സിൽ നിന്നാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞത് 17ാമത്തെ വയസ്സിലാണ്. ആ ഒരു സമയത്ത് തന്നെ ശരിക്കും കല്യാണം എന്താണ്, ലൈഫ് എന്താണെന്ന് അറിയാത്ത ഒരാളായിരുന്നു. 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് +1 പഠിക്കുന്ന സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ആ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് മാരേജിനെ കുറിച്ചിട്ടൊക്കെ. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. പക്ഷെ ശരിക്കും കല്യാണം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ഫിനാൻഷ്യലി, അതേപോലെ തന്നെ നമ്മളെ ഹസ്ബൻഡായിട്ടുള്ള ലൈഫ്, പിന്നെ അതേപോലെ പഠനം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചത് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും എനിക്ക് ആദ്യം ഉണ്ടായിട്ടില്ല, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായില്ല. അവരറിയാണ്ടാണ് ഞാൻ ഏകദേശം 8 മാസത്തോളം എൻ്റെ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അവരെന്തോ എനിക്ക് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കഴിവുണ്ട്, പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എൻ്റെ ഹസ്ബൻഡ് ജാഫറുമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ എപ്പോഴും എല്ലാവരും പറയും നമ്മളെപ്പോഴും ഈക്വലായിട്ട് പോകണം എന്നുള്ളത്. പക്ഷേ നമ്മൾ ശരിക്കും നമ്മളെ ഹസ്ബൻഡിനെ നമ്മുടെ വേവ് ലെങ്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അവർ തന്നെ നമ്മളെ പിന്തുണച്ച് നമ്മളെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അങ്ങനെ ഇരിക്കെ എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത് മെയിൻലി ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് വീട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞു. വന്ന പാടെ അവൾ ഗർഭിണിയായി. അന്ന് മുതൽ ഞാൻ കേൾക്കുന്ന പേരാണ് മച്ചി. നിനക്ക് എന്തുകൊണ്ട് ഗർഭിണിയാവണില്ല? അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷമായി. എവിടെ പോയാലും ഏതൊരു ഫംഗ്ഷന് പോയാലും അല്ലെങ്കിൽ ഏതൊരു വീട്ടിൽ പോയാലും ഫസ്റ്റ് എന്താ ഗർഭിണിയാവാത്ത, ഫസ്റ്റ് എന്താ ഒന്നും ആവാത്ത എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷമം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഗർഭം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവും എന്നുള്ളത് ലൈഫിൽ ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് ശരിക്കും ആ ഒരു 18 അല്ലെങ്കിൽ 19ാമത്തെ വയസ്സിൽ മുതൽ ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഈ ഒരു ഗർഭിണിയാവുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡിൻ്റെ ഉപ്പ എന്നെ പറഞ്ഞത്, ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അവളെ എത്രയും പെട്ടെന്ന് പ്രവാസത്തിലേക്ക് കൊണ്ടുപോകണം, എന്തെങ്കിലും ഒരു ജോലി അവിടെ നേടിയിട്ട് നിങ്ങൾ ലൈഫ് മുന്നോട്ട് പോകണം, അവളെ നാട്ടിൽ നിർത്തിയാൽ ശരിയാവില്ല, കാരണം അല്ലെങ്കിൽ അവളൊരു ഭ്രാന്തിയായി മാറും എന്നുള്ളത്. കാരണം സമൂഹം ഉറ്റുനോക്കുന്നത് അനിയൻ്റെ വൈഫ് അവിടെ ഗർഭിണിയായി, പിന്നെ എനിക്ക് അവിടെ റോളില്ല, കാരണം അവിടെ അവളൊരു മച്ചിയായി തീർന്നിരിക്കുകയാണ്, നമുക്ക് അവിടെ ഒരു സമൂഹത്തിലൊരു ചാൻസ് ഇല്ല ആരോടും സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ UAE ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞൊരു സമയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും സ്ട്രഗിൾ ചെയ്തതിന് ഒരുപാടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നേരെ ഞങ്ങൾ പോയത് ഒരു റൂമിലാണ്. ശരിക്കും ഞാൻ ആ റൂം കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ റൂമിലാണോ താമസിക്കാൻ പോകുന്നത് എന്നുള്ളത്. 2015 ഞങ്ങൾ ആ റൂം എടുത്തത്. ഏകദേശം ഒരു കർട്ടൻ്റെ മറവിലാണ് ഞാനും ഹസ്ബൻഡും താമസിച്ചത്. എല്ലാവരും വിചാരിക്കുന്നത് പ്രവാസി ഭാര്യമാർ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ലൈഫാണെന്നാണ്. ശരിക്കും ഞങ്ങൾ ഡെയിലി നമുക്ക് വീക്കെൻഡ്സിൽ വരുന്ന ഓരോ ഓഫർ ബുക്കിലും ഇത്ര ദിറംസ് ഞങ്ങൾ റൗണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. വീക്കെൻഡ്സിൽ നമുക്ക് ഓരോരോ ദിറംസ് ഞങ്ങൾ കൗണ്ട് ചെയ്തിടും. ഈ ഒരു വീക്കിൽ നമുക്ക് ഇത്ര പർച്ചേസ് ചെയ്യാം, കാരണം ഞങ്ങൾക്ക് അത്രേ സാലറി ഉള്ളൂ, എൻ്റെ ഹസ്ബൻഡിന് അത്രേ സാലറി ഉള്ളൂ. അതേപോലെ തന്നെ ഓരോ പ്രവാസി വീട്ടു ഭാര്യമാരും അനുഭവിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം അവരാഗ്രഹിക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുക, അവരുടെ ലൈഫ് മുന്നോട്ട് നല്ല ഹാപ്പി ആയിട്ട് പോകുക എന്നുള്ളത്. പുറത്ത് കാണുമ്പോൾ അവൾ ഗൾഫിലാണ് അല്ലെങ്കിൽ അവളൊരു ദുബായ്ക്കാരത്തിയാണെന്നുള്ളൊരു നിലപാടാണ്. പക്ഷെ അങ്ങനെയല്ല, ഓരോ പ്രവാസി ഭാര്യമാർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. പക്ഷെ അതൊന്നും അവർ പുറമെ നമുക്കൊന്നും അവർ തരുന്നില്ല. കാരണം അവർ നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കുന്നത് ദുബായ്ക്കാരി വന്നു എന്നുള്ളത്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം നമ്മുടെ ആ ഒരു കൊറോണൻ്റെ സമയം വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കാര്യങ്ങളൊക്കെ വഷളായി കിടക്കുകയാണ്,
ഞാൻ ടീച്ചറാണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യാണ്. അങ്ങനെ അജ്മാൻ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്തത്. സോ ആ ടൈമിലാണ് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഷാർജ നല്ലൊരു സ്കൂളിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോഴാണ് കൊറോണൻ്റെ ഒരു സമയം വന്നപ്പോൾ ആ ജോലി പോയി. ഞാൻ ആ ജോലി മാറിയിട്ട് ശരിക്കും ഞാൻ അങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ വെയിറ്റ് ജസ്റ്റ് ഒന്ന് വെറുതെ വെയിറ്റ് മെഷീനിൽ കയറി നോക്കിയപ്പോൾ കണ്ടത് 101 കിലോ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ ചിന്തിച്ചു ഇത് എങ്ങോട്ടുള്ള പോക്കാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിക്കുക, ഇനി നമുക്ക് പ്രഗ്നൻസിക്കുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ നല്ലൊരു ഡോക്ടർ എന്ന് തന്നെ പറയും. ആ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ ആദ്യം നിന്റെ വണ്ണം കുറക്ക്, അന്നേ നിനക്ക് കുട്ടികൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അല്ലാണ്ട് നീ ലാപ്രോസ്കോപ്പി ചെയ്താലും എന്ത് ചെയ്താലും നീ ഒരിക്കലും പ്രഗ്നൻസി കൺസീവ് ചെയ്യാൻ പോകണില്ല എന്നുള്ളത്. ഒരു ഡോക്ടറാണ് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞത്, ഫസ്റ്റ് ഞാൻ നീ വെയിറ്റ് കുറക്ക്, എന്നാൽ മാത്രമേ നീ പ്രഗ്നൻസി കൺസീവ് ആവൂ എന്നുള്ളത്. ഞാൻ അന്ന് മുതൽ തുടങ്ങി എൻ്റെ ആ ഒരു ലൈഫ് ജേണി. ശരിക്കും പറഞ്ഞാൽ 100 കിലോന്ന് 40 കിലോ വരെ ഞാൻ കുറച്ച് എൻ്റെ ആ ഒരു അച്ചീവ് ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ ഏകദേശം ഒരു 6 മാസത്തിനൊടുവിൽ ഒരു ട്രീറ്റ്മെൻറ്റോ ഒന്നുമില്ലാണ്ട് ഞാൻ കൺസീവായി. അങ്ങനെ ഒരു പെൺകുഞ്ഞിന് ഞാൻ ജന്മം നൽകി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. പ്രഗ്നൻസി കൺസീവ് ആയ സമയത്ത് തന്നെ ഏകദേശം അതിൻ്റെ ഒരു മാസം മുന്നേ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ആ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കിയത് ഫസ്റ്റ് വെയിറ്റ് ലോസ് ആണ്. പിന്നെ എൻ്റെ അതേ സങ്കടങ്ങളും അതേപോലെ തന്നെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് എൻ്റെ ലൈഫ് ജേണി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പ്രവാസിയുടെ ഭാര്യയാണെങ്കിലും ടീച്ചറാണെങ്കിലും അന്ന് കൊറോണൻ്റെ സമയമാണ്. ഒരുപാട് പ്രതിസന്ധികൾ എന്നിലുണ്ടായിരുന്നു. ഫിനാൻഷ്യലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഒരു കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മം ടു ബി എന്നൊരു കോണ്ടൻറ്റ് ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരമ്മയായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു നിമിഷമാണ്. ഇപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറയുന്നുണ്ട്, ഫസ്റ്റ് ഞാൻ ആ ഒരു കണ്ടന്റ് നീ ഇട്, ഞങ്ങൾക്കത് കാണണം, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഏകദേശം 7 വർഷത്തിന് ശേഷമാണ് നീ ഗർഭിണിയാവണത്, സോ ഞങ്ങൾക്കത് കാണണം, നീ അതൊന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 100 ദിറംസ് എടുക്കാൻ കയ്യിലില്ല, എങ്ങനെ ഒരു കേക്ക് വാങ്ങും? അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടന്റ് വേണ്ട, ഏകദേശം നമുക്കൊരു തീം കേക്കാണ് നമ്മൾ അതിന് നന്നായിട്ട് അറേഞ്ച് ചെയ്യേണ്ടത്. സോ അതിന് തീം കേക്ക് വാങ്ങാനുള്ളൊരു പേയ്മെൻറ്റ് പോലും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അന്ന് ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, കാരണം ഞാനന്ന് ഏകദേശം ഒരു 9 മാസം ഗർഭിണിയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, അതേപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വഴി കിട്ടട്ടെ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വരുന്നത്, ഫസ്ന എനിക്കൊരു ഡയറ്റ് പ്ലാൻ തരുമോ, അല്ലെങ്കിൽ ഫസ്ന ചെയ്ത കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. അങ്ങനെ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഫസ്നക്ക് പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ അവളോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എടാ എനിക്കൊരു കേക്ക് വാങ്ങി തന്നാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. കാരണം ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കേക്കിന് വേണ്ടിയിട്ടാണ്. അന്നൊരു 100 ദിറംസ് പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് അവൾ ആ കേക്ക് എനിക്ക് വാങ്ങി തന്നപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പിയായി. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു മം ടു ബി നടത്തി നല്ലൊരു അടിപൊളിയാക്കണം, അതെന്നും എനിക്ക് ഓർമ്മ വെക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷമാണ് ഞാൻ ചിന്തിച്ചത്, എൻ്റെ ലൈഫിൽ ഞാൻ കാരണം ഇങ്ങനൊരു കാര്യങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി ഇത് എത്തിച്ചു കൊടുത്തൂടെ. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു തീം ഉണ്ടായത്, ഫിറ്റ് വിത്ത് ഫസ്ന, FWF. ഇന്ന് FWFിൽ വന്ന് ജോയിൻ ചെയ്ത 25,000 പേര് ക്ലയൻസ് ഞങ്ങൾക്ക് വന്നുപോയി. ഏകദേശം ഇപ്പോൾ ഞങ്ങൾക്ക് 3500ഓളം ആളുകൾ ഞങ്ങളിൽ ആക്റ്റീവ് ക്ലയൻസ് ആണ്. 400 പ്രഗ്നൻസി റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ബിസിനസ് വുമൺ എന്നുള്ള ഒരു മേഖലയിലും ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണ്. കൂടെ നിന്ന് തോളിൽ കൈയിട്ട ഒരുപാട് ആൾക്കാർ, 2 ടീം ഞങ്ങളെ നല്ല രീതിയിൽ ചതിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഞങ്ങൾ തളർന്നിട്ടില്ല. തകർക്കാൻ വേണ്ടി ഒരുപാട് ഞങ്ങളെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ നല്ല വാശിയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, എന്നെ ആശ്രയിച്ച് എൻ്റെ കൂടെ എനിക്ക് വെയിറ്റ് കുറക്കണം എന്ന് ആഗ്രഹിച്ചു വന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു കാര്യം മാത്രമേ എൻ്റെ തലേൻ്റെ ഉള്ളിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ക്ലയൻസ്, എൻ്റെ സ്റ്റുഡൻസ്, അവർക്ക് വേണ്ടി ഞാൻ പൊരുതും. എന്നെ ചതിച്ചു പോയ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എന്തായാലും വേണ്ടില്ല, ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഏകദേശം 7 ലൈവ് സെഷൻ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തു. എൻ്റെ കൂടെ ഒരു സ്റ്റാഫും ഉണ്ടായിരുന്നു. തൊണ്ട പൊട്ടി ചോര വരെ വന്നിട്ടുണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത്. പക്ഷെ അതൊന്നും ബോധർ ചെയ്യാണ്ട് എന്നെ വിശ്വസിച്ച് വന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ആ ഒരു
കാര്യങ്ങളൊന്നും ആലോചിക്കാതെ തന്നെ എൻ്റെ മോളെ താലോലിക്കാനോ ഒന്നിനും നിന്നിട്ടില്ല. സോ നമ്മളൊരു സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകണം. അതാണ് ഏറ്റവും വലിയൊരു നല്ല കാര്യം. 0-ൽ നിന്ന് തുടങ്ങിയ ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ ഒരുപാട് വീട്ടമ്മമാർ ഒന്നുമല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. സോ ബോഡി ഷെയ്മിങ് കാരണം ഒരു തടിച്ചിയാണ്, ജോലിക്ക് പോകാൻ പറ്റൂല, അല്ലെങ്കിൽ എവിടെ പോയാലും ഈ തടി എന്ന് വിളിച്ച് അല്ലെങ്കിൽ ഒരു മച്ചി എന്നുള്ള വിളി കേട്ടിട്ട് ഒരുപാട് കളിയാക്കലുകൾ നമ്മൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കരുത്, പുറത്തേക്ക് ഇറങ്ങുക. നമ്മളെപ്പോഴും നല്ല ഫിറ്റായിട്ടാണ് ഇരിക്കേണ്ടത്. അല്ലാണ്ട് വെറും തടി കുറക്കുക എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി മാത്രമല്ല, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ഒരു ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു അഡ്വൈസ് എൻ്റെ അടുത്ത് തരാനുണ്ട്. നമ്മൾ ഒരിക്കലും കൂടെ നിൽക്കുന്ന ആൾക്കാരെ 101% നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യരുത്. കാരണം എന്തിനും ഏതിനും നമ്മളെ പിന്നിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ആ ഒരു സംഭവം നമ്മളെ മനസ്സിൽ എപ്പോഴും ഉത്തമ ബോധ്യം നമുക്ക് വേണം. അങ്ങനെ 2 തവണ ചതി പറ്റിയ ഒരാളാണ് ഞാൻ. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.